ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ കുട്ടിക്കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ശർക്കരയെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതിനെ 1.5 കപ്പ് വെള്ളത്തിലാണ് ഞാനിവിടെ മെൽറ്റാക്കി എടുക്കുന്നത്. 250 ml കപ്പിലാണ് ഞാനിത് മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ശർക്കരപ്പാനി നന്നായിട്ട് ചൂടാറി കിട്ടിയതിന് ശേഷം ഞാനിവിടെ അരി അരച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് 1 കപ്പ് അളവിൽ പച്ചരി ഞാനിവിടെ ഒരു 3 മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരി ഞാനിവിടെ 250 ml കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളത്തിലാണ് നമ്മുടെ ശർക്കര മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. വെള്ളത്തിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള മാവായിട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം വെള്ളത്തിൻ്റെ അളവ് മെഷർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചേർത്താൽ. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കറുപ്പ് വന്ന പഴം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ. ഇതിലോട്ടായിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു 3 ഏലക്കായ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലോട്ട് അരിച്ചെടുത്തിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ട് തരിയൊന്നും ഇല്ലാതെ വേണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്ത് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വീണ്ടും നമുക്കിതിനെ മിക്സ് ആക്കിയെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് കേട്ടോ നമ്മുടെ ഈ കുട്ടി കലത്തപ്പത്തിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഇതിനെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് ഇതിനെ അരച്ചെടുക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ ആ ഒരു തരിതരിപ്പ് നമുക്ക് ഇതിലോട്ട് കിട്ടാനായിട്ടാണ്. മാവ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിതുപോലെ ഇതിനെ അരച്ചെടുക്കാൻ. എന്നിട്ട് ഇതിലോട്ട് ഒരു അല്പം മാവ് കൂടി ചേർത്ത് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കലത്തപ്പം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മാവിനെ നന്നായിട്ടൊരു കയ്യിലുപയോഗിച്ച് മിക്സാക്കി എടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതേസമയം തന്നെ ഞാനിവിടെ ഒരു കാസ്റ്റ് അയൺ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിലോട്ടായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് ഒരു അല്പം കരിഞ്ജീരകവും അതുപോലെ തന്നെ കുറച്ച് എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എള്ളും ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്താണ് അതിലോട്ടായിട്ട് തേങ്ങാ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്ന തേങ്ങാ ചിരവിയത് ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെച്ച് ആ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ നേരെ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം കിനിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അധികം ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു കളർ മാറി വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതേ ചട്ടിയിലോട്ട് തന്നെയാണ് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മാവ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ മാവ് ഇതിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇതുപോലെ ഒരു ചെറിയ കപ്പിലായിട്ടാണ് മാവ് അളന്നെടുത്തിട്ടുള്ളത്. എനിക്ക് ഒരേ വലിപ്പത്തിലുള്ള കലത്തപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഒരേ വലിപ്പത്തിലുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ തേങ്ങാ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഇതുപോലെ ഒന്ന് വിതറിയിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 മിനിറ്റ് നേരം കൂടി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിനെ ഒരു 30 സെക്കൻഡ് നേരം കൂടി ഇതുപോലെ ഇങ്ങനെ തുറന്നിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിതൊരു പപ്പടകൊള്ളി ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി ഞാനൊരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞ് ഞാനിതിനെ ഈ ചട്ടിയിൽ നിന്ന് ഇതുപോലെയാണ് അടർത്തിയെടുക്കുന്നത്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അടിയിലൊന്നും പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നമുക്കിതിനെ ഇതിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാനിതിനെ ഒരു പ്ലേറ്റിലോട്ടാണ് മാറ്റിയിട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കണ്ടോ, നന്നായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത അപ്പവും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇതേ രീതിയിൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് മിക്സ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കി വേവായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വേവിച്ചെടുത്ത് ആ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതേ രീതിയിൽ 5 അപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റിൽ ഇതേ ഒരു വലിപ്പത്തിലുള്ള 5 അപ്പത്തിനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ ബനാനൊക്കെ ചേർത്തത് കാരണം തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കുട്ടിക്കലത്തപ്പാണ്. ഇത് കണ്ടില്ലേ, ഞാനിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കട്ട് ചെയ്യാനും പറ്റും. നല്ല ഇതളുകളായിട്ട് നല്ല അറകളായിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂടാറി കിട്ടിയതിന് ശേഷം വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള കുട്ടിക്കലത്തപ്പം 4 മണി ചായക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 4 മണി ചായയുടെ കൂടെ ഈ സ്പെഷ്യൽ കുട്ടിക്കലത്തപ്പം ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്